ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു തേങ്ങാച്ചോറ് തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് സവോള വേണം, കറിവേപ്പില, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വലിയ ജീരകം, പിന്നെ തേങ്ങ കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. തേങ്ങ അരച്ചപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറിയ കൊച്ചുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളിയും പിന്നെ വലിയ ജീരകവും കൂടി ചേർത്താണ് അരച്ചത്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഒരുപാട് വേണ്ട, ഒരു പിടി തേങ്ങ മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വലിയ ജീരകം എന്നിവ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് സവോളയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടിക്ക് പകരം പച്ചമല്ലി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നന്നായിട്ട് അരച്ച് ചേർക്കണേ. അപ്പോൾ അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 3 തേങ്ങയോളം ഞാൻ എടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇതിലേക്ക് ഇടുന്നത്. ഞാനിവിടെ കുത്തരിയാണ് ഉപയോഗിക്കുന്നത്. കുത്തരി ആയിരിക്കും ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റ് കുത്തരിക്കായിരിക്കും. ഞാൻ റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വേഗം ചെയ്യും, നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും എല്ലാവരും ചെയ്ത് നോക്കണേ. നല്ല രുചിയുള്ളൊരു ചോറാണ്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബീഫ് കറിയും പരിപ്പ് കറിയാണ്, പിന്നെ പപ്പടവും. അതായിരിക്കും നല്ല ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരി കഴുകി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട്, ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. ഇത് വറ്റി വരുമ്പോൾ നമുക്ക് ഏകദേശം ഉപ്പ് കാണും, ഇല്ലെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അവിടെ ബീഫ് കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം വെന്തിരിക്കുക. അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ച് കണ്ടോ, ഇപ്പം കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഇനിയും ഉണ്ട് കേട്ടോ, വറ്റാനുണ്ട്. അപ്പം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഉണ്ട്. അപ്പം കുറച്ചും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിത് കുക്കറിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. കുക്കറിൽ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഒരു കുക്കറിനകത്തേക്ക് വെച്ചതിന് ശേഷം ഒരു 2-3 വിസിലടിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമാക്കി വെച്ചിരുന്നാൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു യെല്ലോയിഷ് കളറാണ്. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡിയായിട്ടുണ്ട്. റൈസുണ്ട്, പരിപ്പ് കറിയുണ്ട്, പപ്പടമുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് കറിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അവനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. മോനാണേത്, മോൻ എങ്ങനെ ഉണ്ടെന്ന് പറയും. സൂപ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക്